സ്നേഹമുള്ളവരെ, ലോഗോസ് ക്വിസ് മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2026 ലോഗോസ് ക്വിസിൻ്റെ പഠനഭാഗമായ റൂത്തിൻ്റെ പുസ്തകത്തിലെ 1-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ കാണാനായിട്ട് പോകുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ തുടർന്നുള്ള ലോഗോസ് ക്വിസിൻ്റെ അപ്ഡേഷൻസ് മറ്റും ലഭിക്കുന്നതിനായിട്ട് സബ്സ്ക്രിപ്ഷൻ ബട്ടൻ്റെ സൈഡിലുള്ള ബെൽ ബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ലോഗോസ് ക്വിസിൻ്റെ കൂടുതൽ അപ്ഡേഷൻസും കാര്യങ്ങളും എല്ലാം ലഭിക്കുവാനായിട്ട് നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ലോഗോസ് ക്വിസ് 2026. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുമല്ലോ. ഈ വീഡിയോ മുഴുവനായിട്ട് കാണണേ. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ കൂട്ടിച്ചേർക്കലോ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. റൂത്തിൻ്റെ 1-ാം പുസ്തകത്തിലെ ചോദ്യോത്തരങ്ങളുടെ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ പരീക്ഷ ഈ വരുന്ന ശനിയാഴ്ച ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. തീർച്ചയായും നിങ്ങൾ അതിൽ കൂടി പങ്കെടുക്കാനും എത്ര മാർക്ക് എന്തുമാത്രം നിങ്ങൾ പഠിച്ചു എന്നറിയാനും എത്ര മാർക്ക് കിട്ടിയെന്നറിയാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുമല്ലോ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 1. റൂത്ത് ഏത് വംശജയായിരുന്നു? ഉത്തരം മൊവാബിയ. 2. റൂത്തിൻ്റെ അമ്മായിമ്മയുടെ പേര് എന്ത്? ഉത്തരം നവോമി. 3. റൂത്ത് ഭർത്താവിനൊപ്പം എവിടെയാണ് താമസിച്ചിരുന്നത്? ഉത്തരം മൊവാബ്. 4. ഭർത്താവ് മരിച്ച ശേഷം നവോമി എവിടേക്കാണ് മടങ്ങിയത്? ഉത്തരം ജെറുസലേം. 5. ആരോടൊപ്പമാണ് റൂത്ത് ജെറുസലേമിലേക്ക് പോയത്? ഉത്തരം നവോമി. 6. ജെറുസലേമിൽ റൂത്ത് ആരുടെ ഭാര്യയായി? ഉത്തരം ബോവാസ്. 7. റൂത്തിൻ്റെ പേര് ഏതു രാജാവിൻ്റെ വംശാവലിയിൽ ഉൾപ്പെട്ടു? ഉത്തരം ദാവീദ്. 8. 2-ാം വിവാഹത്തിന് ശേഷം റൂത്ത് ഏതു രക്ഷിതാവിൻ്റെ വംശാവലിയിൽ ഉൾപ്പെട്ടു? ഉത്തരം യേശു. 9. യൂദായിലെ ഒരു ബത്ലഹേംകാരൻ ആരാണ് മോവാബ് ദേശത്ത് കുടിയേറിപ്പാർത്തത്? ഉത്തരം എലിമെലേക്ക്. 10. എലിമെലേക്കിൻ്റെ ഭാര്യയുടെ പേര് എന്ത്? ഉത്തരം നവോമി. 11. മഹ്ലോന്റെയും കിലിയോന്റെയും പിതാവിൻ്റെ പേര്? ഉത്തരം എലിമെലേക്ക്. 12. കിലിയോന്റെ മാതാവിൻ്റെ പേര് എന്ത്? ഉത്തരം നവോമി. 13. എലിമെലാക്കും കുടുംബവും ഏത് ജനവിഭാഗത്തിൽ പെട്ടവരായിരുന്നു? ഉത്തരം എഫ്രാത്യർ. 14. നവോമിയുടെ ഭർത്താവിന് എന്ത് സംഭവിച്ചു? ഉത്തരം മരണമടഞ്ഞു. 15. നവോമിയുടെ മരുമക്കളുടെ പേര് എന്ത്? ഉത്തരം ഓർഫ, റൂത്ത്. 16. നവോമിയും കുടുംബവും മോവാബിൽ എത്ര വർഷം താമസിച്ചു? ഉത്തരം 10 വർഷം. 17. നവോമിക്ക് നഷ്ടപ്പെട്ടവർ ആരൊക്കെയാണ്? ഉത്തരം ഭർത്താവും പുത്രന്മാരും. 18. കർത്താവ് തന്റെ ജനത്തിനെ അനുഗ്രഹിച്ചത് എങ്ങനെ? ഉത്തരം ഭക്ഷണം നൽകി. 19. നവോമി ആരുടെ കൂടെയാണ് ബത്ലഹേമിലേക്ക് പോകാൻ ഒരുങ്ങിയത്? ഉത്തരം മരുമക്കളുടെ കൂടെ. 20.
നവോമി മരുമക്കളോട് എവിടേക്ക് പോകുവാനാണ് പറഞ്ഞത്? ഉത്തരം മാതൃഭവനങ്ങളിലേക്ക്. 21. വീണ്ടും വിവാഹം ചെയ്തത് കുടുംബജീവിതം നയിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നവോമി ആശംസിച്ചത് ആരെ? ഉത്തരം മരുമക്കളെ. 22. എവിടേക്ക് വരുന്നു എന്നാണ് നവോമിയുടെ മരുമക്കൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞത്? ഉത്തരം ബത്ലഹേമിലേക്ക്. 23. വിവാഹം ചെയ്യാൻ കഴിയാത്ത വിധം ഞാൻ വൃദ്ധയായിരിക്കുന്നു എന്ന് പറഞ്ഞത് ആര്? ഉത്തരം നവോമി. 24. കർത്താവിന്റെ കൈ എന്റെ മേൽ വീണിരിക്കുന്നു എന്ന് പറഞ്ഞത് ആര്? ഉത്തരം നവോമി. 25. നവോമിയെ ചുംബിച്ച് തന്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോയ മരുമകൾ ആര്? ഉത്തരം ഓർഫ. 26. നവോമിയെ വിട്ടുപോകാതെ ചേർന്ന് നിന്ന മരുമക്കൾ ആര്? ഉത്തരം റൂത്ത്. 27. നിന്റെ പിന്നാലെ പോകരുത്, നിന്നെ വിട്ടുപോകണം എന്ന് പറയരുത് എന്ന് അപേക്ഷിച്ചത് ആര്? ഉത്തരം റൂത്ത്. 28. നീ പോകുന്നിടത്ത് ഞാൻ പോകും എന്ന് പറഞ്ഞ വിശ്വസ്തയായ മരുമകൾ ആര്? ഉത്തരം റൂത്ത്. 29. അമ്മയുടെ ഡാഷ് എന്റെ ചാർച്ചക്കാരും അമ്മയുടെ ദൈവം എന്റെ ദൈവവുമായിരിക്കും. പൂരിപ്പിക്കുക. ഉത്തരം ചാർച്ചക്കാർ. 30. നീ അടക്കം ചെയ്യുന്നിടത്ത് ഞാൻ അടക്കം ചെയ്യപ്പെടും. ആരുടെ വാക്കുകൾ? ഉത്തരം റൂത്ത്. 31. നിന്നെയും എന്നെയും വേർപെടുത്തുന്നവൻ മരണം മാത്രമാകട്ടെ. ആരുടെ വാക്കുകൾ? ഉത്തരം റൂത്ത്. 32. റൂത്തും നവോമിയും ചേർന്ന് യാത്ര ചെയ്ത് എത്തിയത് ഏത് നഗരത്തിലേക്കാണ്? ഉത്തരം ബത്ലഹേം. 33. ഇവൾ തന്നെയോ നവോമി എന്ന് ഡാഷ് പരസ്പരം ചോദിച്ചു. ഉത്തരം സ്ത്രീകൾ. 34. എന്നെ നവോമി എന്ന് വിളിക്കരുത്, എന്നെ ഡാഷ് എന്ന് വിളിക്കണം. പൂരിപ്പിക്കുക. ഉത്തരം മാറ. 35. സർവശക്തൻ എനിക്ക് ഡാഷ് വരുത്തിയിരിക്കുന്നു. ഉത്തരം ആപത്ത്. 36. എല്ലാം തികഞ്ഞവളായി ഞാൻ ഇവിടെ നിന്ന് പോയി, ഒന്നും ഇല്ലാത്തവളായി ഡാഷ് എന്നെ തിരിച്ചയച്ചു. ഉത്തരം കർത്താവ്. 38. എന്ത് തുടങ്ങിയപ്പോഴാണ് അവർ ബത്ലഹേമിൽ എത്തിയത്? ഉത്തരം ബാർലിക്കൊയ്ത്ത്. സ്നേഹിതരെ, റൂത്തിന്റെ 1-ാം പുസ്തകം എന്നുള്ള ചോദ്യോത്തരങ്ങൾ അവസാനിക്കുന്നു. ഈ ചോദ്യോത്തരങ്ങളുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ പരീക്ഷ ഈ വരുന്ന ശനിയാഴ്ച ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. തീർച്ചയായും അതിൽ നിങ്ങൾ പങ്കെടുക്കാൻ മറക്കരുത്. ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ബട്ടൺ അമർത്തുക. ഇതിലെ വീഡിയോസും മറ്റു കാര്യങ്ങളും കൃത്യമായിട്ട് ലഭിക്കുവാനായിട്ട് നമ്മളൊരു വാട്സാപ്പ് ചാനലുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ ചേരാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം ലോഗോസ് ക്വിസിനെ ഒരുങ്ങാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കൂടി ഇത് പങ്കുവയ്ക്കാനായിട്ട് മറക്കരുത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.